ദ ഗ്രേറ്റ് ഫാദർ മിഖായൽ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്നീ സിനിമകൾക്ക് ശേഷം ഹനീഫ് അദേനി സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് മാർക്കോ. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഒരു കാരണവശാലും കുട്ടികളെയും പ്രായമായ സ്ത്രീകളെയും മനസ്സിന് ബലം കുറവുള്ളവരെയും കൂട്ടി ഈ സിനിമ കാണാൻ പോകരുത്. ഒരു കൊലപാതകം നടക്കുന്നു. അതേ തുടർന്ന് അതിന് സാക്ഷിയായ ആളെ കൂടി കുറച്ചാൾക്കാർ ചേർന്ന് വകവരുത്തുന്നു. അവർ ആരാണെന്ന് കണ്ടെത്തുകയും അതിന് പകരം ചോദിക്കാനും ഇറങ്ങിത്തിരിച്ച മാർക്കോ. തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് മാർക്കോ എന്ന സിനിമ. ഒരു ഫ്ലാറ്റായ കഥ, ഇമോഷണലി ഒരു കണക്ഷനും ആരോടും തോന്നില്ല. അങ്ങനെയാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ഇതിൻ്റെ മ്യൂസിക്കാണ്. കോട്ടിട്ട് നടന്നാൽ ജോൺ വിക്ക് ആകും എന്ന് കരുതിയാവും സിനിമയിൽ ഉണ്ണി കോട്ടിട്ട് മാത്രമാണ് നടക്കുന്നത്. പിന്നെ ഉണ്ണിയേക്കാളും സ്ക്രീൻ പ്രസൻസ് ഉള്ളത് സിഗരറ്റിനാണ്. ചുരുട്ട് കത്തിച്ച് വലിച്ച് മൂക്കിലൂടെ പുകവിട്ടാൽ മാസാകുമെന്നാണ് ഇവന്മാരുടെ വിചാരം. ആക്ഷൻ സിനിമ എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. കുറേ ജൂനിയർ ആർട്ടിസ്റ്റിനെ മുഖംമൂടിയും കൊടുത്ത് ആക്ഷൻ ചെയ്യിപ്പിച്ചാൽ ഇതുപോലിരിക്കും. ഉണ്ണിമുകുന്ദന് ഒത്ത എതിരാളി വരുന്നത് സിനിമ തീരാൻ നേരമാണ്. പിന്നെ ആദ്യമായാണ് കുട്ടികളെ ഇത്രയും മൃഗീയമായി കൊല ചെയ്യുന്ന ഒരു സിനിമ കാണുന്നത്. എന്തിനു വേണ്ടിയാണ് അതൊക്കെ എന്ന് സംവിധായകനോട് ആരെങ്കിലും ഒന്ന് ചോദിക്കേണ്ട അവസ്ഥ. വില്ലൻ്റെ ക്രൂരത കാണിക്കാൻ വേറെ പല വഴികളുമുണ്ട്. മൊത്തത്തിൽ നിർവികാരമായി ഫൈറ്റ് കണ്ടിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. പിന്നെ ദ കിൽ എന്ന സിനിമയോട് ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നവരോട് ദ കില്ലിൻ്റെ 7 അയലത്ത് വരില്ല ഇത്.